ഹായ്, വെൽക്കം ടു എക്സ്പ്ലോർ വിത്ത് അനുശ്രീ യൂട്യൂബ് ചാനൽ. അങ്ങനെ വെഡ്ഡിങ് സീരീസ് എപ്പിസോഡ് 3 ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഇന്ന് ശരിക്കും എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്കല്ല അന്ന് ഡ്രസ്സ് എടുത്തത്. ഞാനും ചേച്ചിയും കൂടിയിട്ട് ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇറങ്ങി. ഞങ്ങൾ അടുത്ത് തന്നെ എടപ്പാൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഡ്രസ്സ് എടുക്കാൻ പോയത്. അപ്പോൾ ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ വരുന്നുണ്ട്, ചേച്ചിക്ക് ഡ്രസ്സ് എടുക്കാൻ നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവർ വരുന്ന വരെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കാൻ കയറി. ഒരു ഐസ്ക്രീം കഴിക്കാൻ കയറി ഞങ്ങൾ രണ്ടാൾക്കാരും 3 ഐസ്ക്രീം ഓളം കഴിച്ച് എന്നിട്ടും അവരെ കണ്ടില്ല. എന്നിട്ട് ഏറ്റവും അവസാനം ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ ഗോൾഡ് കപ്പ് എന്ന് പറയുന്ന ബ്രൈഡൽ റെൻ്റൽ ഷോപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയി. അവിടെ പോയി ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഡ്രസ്സിൻ്റെ കളക്ഷൻ കുറവായിരുന്നു, കുറേ റെൻറ്റിന് പോയൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരെണ്ണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ വേറെയും ചോയ്സ് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ തിരൂർക്ക് പോയി. അപ്പോൾ തിരൂർക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വൈകുന്നേരമായല്ലോ. അപ്പോൾ ഒരു ചായക്കടയിൽ തിരക്ക് കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. നമ്മൾ കാടമുട്ട മസാല തേച്ച കാടമുട്ടല്ലേ, അതും ഗ്രീൻ പീസും മുട്ട മിക്സില്ലേ, അതൊക്കെ വാങ്ങി നമ്മൾ കഴിച്ചു. നല്ല വൈബായിരുന്നു കേട്ടോ, നല്ല സ്ഥലമായിരുന്നു, നല്ല ഫുഡായിരുന്നു. തിരൂർ പോണ വഴി എന്ന് എനിക്കറിയില്ല, ഏതാ സ്ഥലമെന്നോ കാര്യങ്ങളോ എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഒരു മുളക് ബജിയും വാങ്ങി, അതും കഴിച്ചു. നല്ല ഈവനിങ് ടൈം ആയതുകൊണ്ട് നല്ല രസമായിരുന്നു കാണാൻ. അപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഇരുന്നു എന്നുള്ളൂ. നമ്മളപ്പോൾ തന്നെ വേഗം അവിടുന്ന് പുറപ്പെട്ടു, ലേറ്റ് ആയതുകൊണ്ട്. അപ്പോൾ പോണ വഴി പൂരം ഉണ്ടായിരുന്നു, അതിൻ്റെ ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെന്നത് അലൂറ പ്രീമിയം ബ്രൈഡൽ റെൻ്റൽ ഷോപ്പിലേക്കാണ് പോയത്. പക്ഷേ അത് ഗൂഗിൾ മാപ്പിൽ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ആ ഷോപ്പ് തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത് ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പോണ വഴി ഈ ഷോപ്പ് കണ്ടു, നമ്മൾ നിർത്തി കയറി ആണ്. അങ്ങനെ നമ്മൾ അവിടെ കയറി നമ്മൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. അവിടുത്തെ കസ്റ്റമർ സർവീസ് പറയാണ്ടിരിക്കാൻ വയ്യ, ഒരു രക്ഷയില്ല. അവർ നമുക്ക് അവിടുത്തെ എല്ലാ ഡ്രസ്സുകളുടെയും കുറിച്ചിട്ട് പറഞ്ഞു തന്നു. അവിടെ 1500 മുതലാണ് റെൻ്റ് തുടങ്ങുന്നത്. അത് തൊട്ടിട്ട് കൂടിയത് വരെ ഉണ്ട്. ഫുൾ ഹാൻഡ് വർക്കുള്ള ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് അതിൻ്റേതായ വിലയുണ്ട്. അപ്പം നമുക്ക് എല്ലാ ഡ്രസ്സിനെ കുറിച്ചിട്ടും ഇത്ര തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇന്നതാണ് ഇതിൻ്റെ പ്രത്യേകത, അങ്ങനെ എല്ലാതും അവർ നന്നായിട്ട് നല്ല രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അവർ ഓരോന്നും എടുത്തു തന്നിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്ക്, ഇത് ചേരും, ഇന്ന ആൾക്ക് ഇന്നത് ചേരും, അങ്ങനെ കുറേ ചോയ്സുകളും അവരായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഇതെടുക്കണമെന്ന്. എല്ലാതും നല്ല രസമുള്ള ഇതായിരുന്നു. അങ്ങനെ 2 ഡ്രസ്സ് നമ്മൾ ഫൈനൽ ചെയ്തു. ഇതിൽ നിന്ന് ഒരെണ്ണമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തന്നെ തൊട്ട് മുകളിലായിട്ട് ഗോൾഡൻ കപ്പിൻ്റെ ജ്വല്ലറിയുടെ റെൻ്റൽ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ രാവിലേക്ക് സാരിക്ക് പറ്റിയ ജ്വല്ലറിയും റിസപ്ഷന് പറ്റിയ ജ്വല്ലറിയും അല്ലാതെ നമ്മൾ ഇവിടുന്ന് തന്നെ നോക്കി. ഇവരും നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുറേ നേരം നമ്മൾ ഇത് നോക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. ഇവരെ ഷോപ്പ് ക്ലോസ് ചെയ്യുന്ന ടൈമായിട്ട് പോലും ഇവർ നമുക്ക് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ നേരം ഈ ജ്വല്ലറി നോക്കാൻ തന്നെ കുറേ നേരം പോയി. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ, എല്ലാ ടൈപ്പ് ജ്വല്ലറീസും കാര്യങ്ങളും എല്ലാതും ഉണ്ട്. എനിക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഏത് ജ്വല്ലറി എടുക്കണം എന്നറിയണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും എടുത്തില്ല, ചേച്ചിക്ക് മാത്രം എടുത്തു അന്ന്. എന്നിട്ട് ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ട് പോന്നു. നമ്മൾ ഹൽദിയുടെ തലേ ദിവസം നമ്മൾ എന്നിട്ട് ജ്വല്ലറിയൊക്കെ വാങ്ങാൻ പോവുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എടപ്പാൾ നമ്മളുടെ സ്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എടപ്പാൾ വരെ എല്ലാവരും കാറിൽ വന്നു. എടപ്പാൾ നമ്മൾ 2ആയിട്ട് വീട്ടിലേക്ക് പോയി. പിന്നെ നല്ല ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഫുഡ് കഴിക്കാനും കാര്യങ്ങളിലൊന്നും നിന്നില്ല, വേഗം വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ കുറച്ച് പണികളുണ്ടായിരുന്നു. നമ്മൾ ദുബായിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ സെറ്റാക്കാനുണ്ടായിരുന്നു.
ഞങ്ങൾ എത്തിയതും അതൊക്കെ സെറ്റാക്കി. ഇതിന് വേറെ ദിവസത്തേക്ക് വെച്ചാൽ നടക്കില്ല എന്നറിയുന്നതുകൊണ്ട് ഞങ്ങൾ അന്ന് തന്നെ അച്ഛനും ചേച്ചിയും അമ്മയും ഞാനും എല്ലാവരും കൂടിയിട്ട് സെറ്റാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുവരെയുള്ള. ഇന്നത്തെ ദിവസം അങ്ങനെ പോയി. ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.